നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്പിനും വില്ലിനും അടുക്കാതെ ജി സുധാകരൻ CPM നിന്ന് പുറത്തുപോയെങ്കിലും CPM വലിയൊരു ഭീഷണിയായി അദ്ദേഹം മാറുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, അതായത് ജി സുധാകരനെ താൻ വിളിച്ചിരുന്നു, ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, അതിന് കൃത്യമായ മറുപടിയുമായി ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു. അതിനു മുന്നേ നമ്മൾ നോക്കാൻ പോകുന്നത് കരിമണൽ ഖനന വിരുദ്ധ സമരത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന CPM പ്രാദേശിക നേതാവ് സജീവന്റെ തിരോധാനത്തിലെ ദുരൂഹതയും അമ്പലപ്പുഴയിലെ 3 സ്കൂൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയും തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനാണ് ഈ വിഷയങ്ങൾ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. 2 വിഷയങ്ങൾ: ഒന്ന്, കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന CPM പ്രാദേശിക നേതാവ് സജീവന്റെ തിരോധാനം. 2, അമ്പലപ്പുഴയിലെ 3 സ്കൂൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ. ഈ 2 വിഷയങ്ങളും ജി സുധാകരൻ എന്തിന് ചർച്ചാ വിഷയമാക്കുന്നു എന്നതാണ് നിലവിലുയരുന്ന ചോദ്യം. സജീവന് സംഭവിച്ചതുപോലെ ഒന്നുകൂടി സംഭവിച്ചാൽ ഇവിടെ അന്വേഷിക്കാൻ ഒരു പോലീസും ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ മാസം നടന്ന തോട്ടപ്പള്ളി CPM ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഭീഷണി ഉയർന്നതോടെ സജീവന്റെ തിരോധാനം ചർച്ചകളിൽ വീണ്ടും ഇടം നേടിയിരുന്നു. അപ്പോൾ എന്താണ് സജീവന് സംഭവിച്ചത് എന്നതാണ് ചോദ്യമായി അപ്പോൾ തന്നെ ഉയർന്നത്. ഈ തിരോധാനത്തിലാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം ജി സുധാകരൻ ഉയർത്തിയത്. എന്തായാലും ഈ ഒരു തിരോധാനത്തിൽ CBI അന്വേഷണം വേണമെന്ന ജി സുധാകരന്റെ ആവശ്യം അത് ഇപ്പോൾ ശക്തമാവുകയാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന തോട്ടപ്പള്ളി പൊരിയന്റെ പറമ്പിൽ സജീവനെ 56 വയസ്സായിരുന്നു. 2021 സെപ്റ്റംബറിലാണ് കാണാതായത്. സെപ്റ്റംബർ 29-ാം തീയതി മുതൽ സജീവനെ കാണാതായതിനു പിന്നിൽ CPMന് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം പാർട്ടിക്കെതിരെ സജീവന്റെ കുടുംബം അന്ന് ആരോപിച്ചതാണ്. 2008 നവംബറിൽ 3 സ്കൂൾ വിദ്യാർത്ഥിനികൾ അമ്പലപ്പുഴയിലെ ഒരു സ്കൂളിലെ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. ഈ സംഭവത്തിലും ചിലരെ ഉന്നം വെച്ചുകൊണ്ടാണ് സുധാകരൻ ആരോപണ ശരങ്ങൾ എഴുതിയിരിക്കുന്നത്. SDPIക്കാർ കാരണമാണ് ആ ആത്മഹത്യകൾ നടന്നത് എന്നായിരുന്നു പ്രചാരണം. സംഭവത്തിൽ ഹർത്താൽ നടത്താൻ താൻ അന്നത്തെ സെക്രട്ടറി ഓമനക്കുട്ടനോട് പറഞ്ഞു. അയാൾ അത് നടത്തിയില്ല. 1 മാസം സലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നു. ചില പ്രതികൾക്ക് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായം കിട്ടിയിരുന്നു എന്ന് അക്കാലത്ത് തന്നെ ആരോപണം ഉയർന്നതാണ്. SDPI ബന്ധമുള്ള പ്രതികളെ സഹായിക്കുന്ന സമീപനം CPM പ്രാദേശിക നേതൃത്വം സ്വീകരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഗുരുതര ആരോപണമാണ് അന്ന് മന്ത്രിയായിരുന്ന ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ വീണ്ടും അദ്ദേഹം ചർച്ചാ വിഷയമാക്കുമ്പോൾ, CPMനെതിരെയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതിരോധത്തിലേക്ക് CPMനെ നയിക്കില്ലേ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ പറ്റിയുള്ള വിഷയത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ്. ജി സുധാകരൻ, PK ശശി, അതുപോലെ തന്നെ ഗോവിന്ദൻ അടക്കമുള്ള പാർട്ടി നേതാക്കൾ അവർ പാർട്ടിയിൽ നിന്നും മാറിപ്പോയി. അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ കുറിച്ച് പറഞ്ഞത്, ഒരു സഖാവ് എന്നല്ല, ഒരു മനുഷ്യന് ചേരാത്ത വഞ്ചനയാണ് ജി സുധാകരൻ കാട്ടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തങ്ങളുടെ പ്രധാനപ്പെട്ട സഖാവായിരുന്നു, മറ്റൊരു കൂട്ടരുമായി ചേരുമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന് ഒരു വ്യതിയാനം വരുന്നുവെന്ന് തോന്നിയപ്പോൾ വിളിച്ചിരുന്നു. ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. 2ാമത് വിളിച്ചപ്പോൾ ബെല്ലടിച്ചെങ്കിലും എടുത്തില്ല. 3ാം തവണ വിളിച്ചപ്പോഴും എടുത്തില്ല. അപ്പോൾ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണെന്ന് തനിക്ക് മനസ്സിലായി. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സുധാകരനെ കാണാൻ പോയ സന്ദർഭവും മുഖ്യമന്ത്രി വിവരിച്ചു. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തലേ രാത്രിയായിരുന്നു സന്ദർശനം. മുഖ്യമന്ത്രി വിളിച്ച കാര്യം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ വിളിച്ചിട്ടില്ലെന്ന് സുധാകരൻ പറഞ്ഞതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. എങ്കിൽ ഇപ്പോൾ വിളിച്ചു തരാമെന്ന് സെക്രട്ടറി പറഞ്ഞപ്പോൾ വേണ്ട, താൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് അർത്ഥമില്ല. കാലയെക്കൂട്ടി തീരുമാനിച്ചതാണ് അദ്ദേഹം നടപ്പാക്കിയത്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പോകുന്നവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്ഥാനാർത്ഥിയാകണം. വർഗവഞ്ചനയാണ് ഇവർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് ജി സുധാകരൻ പ്രതികരിച്ചു. ദൃശ്യമാധ്യമങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖം താൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ട അറിവേ തനിക്കുള്ളൂ, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാമെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. അതേസമയം മന്ത്രി പി പ്രസാദിനെതിരെ ചേർത്തലയിൽ പോയി പ്രസംഗിക്കുമെന്നും ജി സുധാകരൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. തനിക്കെതിരെ പ്രസാദ് അനാവശ്യ പ്രസ്താവന നടത്തിയെന്നും അതിന്റെ ആവശ്യം എന്തായിരുന്നു, അതുകൊണ്ട് താൻ പ്രസാദിനെതിരെ ചേർത്തലയിൽ പോയി സംസാരിക്കുമെന്നും ജി സുധാകരൻ വെല്ലുവിളിച്ചു. പ്രസാദിനെ ചേർത്തലയിൽ തോൽപ്പിക്കണമെന്ന് പറയാൻ തനിക്ക് അവകാശമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒന്നുമില്ലാതെ അനങ്ങാതെ ഇരുന്നയാളാണ് താൻ, എന്നാൽ അയാൾ ചോദിച്ചു വാങ്ങുകയാണ്. കഴിഞ്ഞ തവണ 6000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രസാദിന് കിട്ടിയത്. ഈ തിരഞ്ഞെടുപ്പിൽ അയാളുടെ രാഷ്ട്രീയ വിജയം തുലാസിലാണ്.
രാഷ്ട്രീയ ക്രിമിനലുകളെ സുഖിപ്പിക്കാൻ അയാളുടെ ശത്രുവല്ലാത്ത എനിക്കെതിരെ ഒരു ആവശ്യവുമില്ലാതെ പ്രസ്താവന നടത്തി എന്നും ജി സുധാകരൻ ആരോപിച്ചു. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്ന ആരോപണങ്ങളോടും സുധാകരൻ പ്രതികരിച്ചു. പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കാനാണ് പാർട്ടി സഭകളിലേക്ക് ആളുകളെ അയക്കുന്നതെന്നും പണ്ട് അയച്ചിരുന്നത് കൊള്ളാവുന്നവരെയായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ കേരളം ശ്രദ്ധിച്ച പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറയാനും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. അവരൊക്കെ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. അത് പാർലമെന്ററി വ്യാമോഹമല്ലേ? എം ആരിഫിന് പാർലമെന്ററി വ്യാമോഹമില്ലേ? സജി ചെറിയാൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വാസവന് 3ാം തവണയാണ് മത്സരിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്നതാണ്. എത്ര തവണ മത്സരിച്ചാൽ എന്താണ്? AKG മരണം വരെ MP ആയിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു. അതേസമയം ജി സുധാകരനെ വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ. ജി സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തിയെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സീറ്റ് കിട്ടിയില്ലെങ്കിലും കെ സുധാകരൻ പാർട്ടിയെ ചതിച്ചില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ജി സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെ സുധാകരൻ അത്തരമൊരു വഞ്ചന എന്തായാലും പാർട്ടിയോട് കാണിച്ചില്ല എന്നും അതാണ് രാഷ്ട്രീയ ധാർമ്മികതയെന്നും സജി ചെറിയാൻ പറഞ്ഞു. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നും ചേർത്തലയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സജി ചെറിയാൻ പറഞ്ഞു. കോൺഗ്രസിനെതിരെയും സജി ചെറിയാൻ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചെന്നും കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ പ്രവർത്തകർക്ക് പാർട്ടിയിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെള്ളം കോരിയും വിറക് വെട്ടിയും ജീവിക്കുന്നവർക്ക് ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു. ആലപ്പുഴയിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് പ്രതികരിക്കവേ ഷുക്കൂർ കയറുമായി നിൽക്കുകയാണ്. അത് മരത്തിൽ കെട്ടണം എന്നതാണ് ആലോചനയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അവസരവാദികളല്ലാത്ത വേറെ ആരെയും കോൺഗ്രസിന് കണ്ടെത്താനായോ എന്നായിരുന്നു സജി ചെറിയാന്റെ ചോദ്യം. ആലപ്പുഴയിൽ വിസ്മയം സംഭവിച്ചുവല്ലോ എന്നും സജി ചെറിയാൻ പറഞ്ഞു. നാളെ സജി ചെറിയാൻ പോയാൽ കൂടെ ഭാര്യ പോലും പോകില്ല. അങ്ങയുടെ കൂടെ ഭാര്യ പോയ പോലെ കൂടെ വരുമെന്ന് കരുതേണ്ടെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്. അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. അവൾ പാർട്ടിയോടൊപ്പമാണെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. എന്തായാലും ജി സുധാകരൻ കടുപ്പിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഈ ഒരു പ്രചരണ സമയത്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ മറ്റു ചില വിഷയങ്ങളൊക്കെ എടുത്തിട്ട് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനിടയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടില്ല എന്നും അതുമാത്രമല്ല CM എന്ന പേരിലാണ് പിണറായി വിജയൻ്റെ പേര് താൻ സേവ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ നിന്ന് എനിക്ക് എന്തായാലും കോൾ വന്നിട്ടില്ല. വിളിച്ചു എന്ന് പറയുന്നതിന് 2 ആഴ്ച മുമ്പ് ആലപ്പുഴയിൽ വരുമ്പോൾ കാണണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും അറിയിച്ചില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. 3 തവണ വിളിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. എന്തായാലും അത്തരത്തിലൊരു കോളും തൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. ഇനി എന്തൊക്കെയാകും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ മറ്റു പോർവിളികൾ, മുറവിളികൾ, വെല്ലുവിളികൾ എന്തൊക്കെയാകുമെന്നതും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.